നിങ്ങൾ ഈ രോഹു മീൻ എന്ന് കേട്ടിട്ടുണ്ടോ? എങ്കിൽ ഇതാണ് ആ സാധനം. ഞാൻ വെട്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ അതിലോട്ട് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളകും കൂടെ തേച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് എൻ്റെ പിക്ചർ കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഡിഫറൻറ്റ് ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഉലുവയും ചെറിയ ജീരകം കൂടെ പൊട്ടിച്ചെടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക, സവാള ഇട്ട് കൊടുക്കുക, ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കാശ്മീരി മുളക് പൊടി കുറച്ചധികം ഇട്ട് കൊടുക്കുക. കുറച്ച് കളറും വേണം, കുറച്ച് നല്ലൊരു ഇത് കിട്ടാൻ പറ്റും. പിന്നെ അതിലോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി മല്ലിപ്പൊടിയും ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി പെട്ടെന്ന് നമ്മൾ നന്നായിട്ട് കുഴഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതി. പെട്ടെന്ന് അത് കുഴഞ്ഞ് വരും. അതിന് ശേഷം അതിൻ്റെ ഈ സ്കിന്നുണ്ടല്ലോ അതെടുത്ത് മാറ്റി കൊടുക്കുക. കാരണം അത് നമ്മൾ ബോഡിക്ക് അത്ര നല്ലതല്ല എന്ന് പറയും. കാരണം അത് അരച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ച് ഫൈൻ പേസ്റ്റ് ആക്കി എടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ചട്ടിയിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് പുളിവെള്ളം, ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് നമുക്ക് എത്ര ഗ്രേവി വേണമെന്ന് വെച്ചാൽ അത്രയും വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ മീനിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ മീൻ ശരിക്കും പൊരിച്ചിട്ടാണ്, അതായത് വറുത്തിട്ടാണ് നമ്മൾ കറി വെക്കാറ്. ഇന്നിപ്പോൾ ഞാനിങ്ങനെ ചെയ്തെന്നുള്ളൂ. പിന്നെ നമ്മൾ ഇതിലോട്ട് ഗരം മസാലയാണ് ചേർക്കുന്നത്. ഗരം മസാല പൊടി പുറത്തുനിന്ന് വാങ്ങിച്ചാലും കുഴപ്പമില്ല, വീട്ടിൽ കുഴപ്പമില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തതിന് ശേഷം നന്നായിട്ട് വേവിച്ചെടുക്കുക. പിന്നെ ഇതുപോലെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഉള്ളിയും കറിവേപ്പിലിട്ട് താളിക്കുന്നുണ്ട്. ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വെതറിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.